Next portion is isthmus. Isthmus is a constructed part of uterus situated between the body of uterus and cervix. യൂട്രസിന്റെ ബോഡിയും സർവിക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്റ്റഡ് പോർഷനായ 0.5 സെന്റിമീറ്റർ നീളമുള്ള കൺസ്ട്രക്റ്റഡ് പോർഷനെയാണ് നമ്മൾ ഇസ്മസ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം അനാറ്റമിക്കൽ ഇന്റേണൽ ഓയസ് എബവ് ടു ഹിസ്റ്റോളജിക്കൽ ഓയസ് ബിലോ. യൂട്രസിൽ അല്ലെങ്കിൽ ഇസ്മസിലെ രണ്ട് ഓയസ് അല്ലെങ്കിൽ രണ്ട് ഓപ്പണിംഗ് ആണുള്ളത്. ഏതൊക്കെയാണ്? അനാറ്റമിക്കൽ ഇന്റേണൽ ഓയസ് ആൻഡ് ഹിസ്റ്റോളജിക്കൽ ഓയസ്. അനാറ്റമിക്കൽ ഓയസ് എന്ന് വെച്ചാൽ ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം അനാറ്റമിക്കൽ ഓയസ് യൂട്രസിന്റെ ബോഡി നിന്ന് സർവീസിലോട്ട് ഓപ്പൺ ചെയ്യുന്ന പോർഷനെയാണ് അല്ലെങ്കിൽ ഓപ്പണിങ്ങിനെയാണ് അനാറ്റമിക്കൽ ഇന്റേണൽ ഓയസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ സർവീക്സ് വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിനെയാണ് ഹിസ്റ്റോളജിക്കൽ ഓയസ് എന്ന് പറയുന്നത്. ഈ ഇസ്മസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അനാറ്റമിക്കൽ ഓയസിൽ നിന്ന് തുടങ്ങി ഹിസ്റ്റോളജിക്കൽ ഓയസ് വരെയാണ്. Isthmus form the lower uterine segments after 12th week of pregnancy. പ്രഗ്നൻസിയില് 12th വീക്കിന് ശേഷം ഈ ഇസ്മസ് ആണ് ലോവർ യൂട്രസ് സെഗ്മെന്റ് ആയി മാറുന്നത്. A term LUS is lower his uterine segment is formed by isthmus in 70% and cervix 30%. ടേം ആയി കഴിഞ്ഞാൽ ലോവർ യൂട്രസ് സെഗ്മെന്റ് ഫോം ചെയ്യുന്നത് 70% ഇസ്മസും 30% സർവിക്സും കൂടി ചേർന്നാണ്.